വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷനാണ്. എന്നും ഞാൻ ഫുൾ ഫോണ്ടൻ ഡെക്കറേഷനായിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ഫോണ്ടൻ ഡെക്കറേഷനേ ഉള്ളൂ. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാം. സഫ, അമൻഡാസ് വേൾഡ്, ഹിബ, ലുലു, ഫാത്തിമ, റാണിയ ആൻഡ് നിഹല. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുക. എന്നോട് ഒത്തിരി പേര് ഫോണ്ടൻറ്റിൽ അത് ചെയ്യാമോ, ഇത് ചെയ്യുന്ന വീഡിയോ കാണിക്കുമോ, അതുപോലെ എൻ്റെ കേക്കിൻ്റെ സ്റ്റോറി, അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടൊരു ടൈം കിട്ടുന്നില്ല ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഫ്രീ ആവുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ കേക്ക് സ്റ്റോറി ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീക്കിൽ എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ടുള്ളൊരു ടൈം കണ്ടെത്തി ഇടുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കാണാം, എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുള്ള പിക്സുകളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഐസിങ് ചെയ്യാം. ഇത് 1.5 kg കോക്കനട്ട് കേക്കാണ്. 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിൽ 4 ലെയേഴ്സും വെച്ച് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ബ്ലൂ കളറാണ്. അത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ലിക്വിഡ് കളറാണ്. അത് കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് ഈ ഒരു ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തത്തെ ഐസിങ് ചെയ്യാം. അപ്പോൾ വൈറ്റ് കളർ ക്രീം വെച്ചിട്ട് തന്നെയാണ് ഞാൻ പുറത്തത്തെ ഐസിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പേര് പറയാറുണ്ട് പുറത്തത്തെ ഐസിങ് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും പുറത്തത്തെ ഐസിങ് ചെയ്യുമ്പോൾ ഇതുപോലെ നോസിൽ വെച്ചിങ്ങാണ്ട് ക്രീം അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വടിച്ചെടുക്കുക. പിന്നെ ഇതുപോലത്തെ സ്ക്രാപ്പർ വെച്ചങ്ങാട് ജസ്റ്റ് ഒന്ന് വടിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കേക്ക് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്ക്രാപ്പർ മേടിക്കുന്നത് നല്ലതാണ്, കാരണം പെട്ടെന്ന് നമ്മളെ ഐസിങ് കഴിയും കേട്ടോ. ഇപ്പോൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്ലൂ കളർ ക്രീം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബേസിലായിട്ടുള്ള ക്രീമൊക്കെ നമുക്ക് വടിച്ച് ക്ലീൻ ആക്കി എടുക്കാം. ഇത് ഇപ്പം തന്നെ ചെയ്താൽ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രീം അതിൽ പറ്റിപ്പിടിച്ച് പിന്നെ നമുക്ക് കറക്റ്റ് ക്ലീൻ ആയിട്ട് കിട്ടില്ല. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിങ്ങാട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഞാൻ ടൈഗറിൻ്റെ ബ്ലൂ ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ.
ഇത് നമ്മൾ കേക്ക് പാക്ക് ചെയ്യുന്ന ബോക്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം കട്ടിയുള്ള ബോക്സ് അല്ലേ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തങ്ങാണ്ട് ഇതുപോലെ റൗണ്ടിലാക്കി സ്റ്റാപ്ലർ ഒട്ടിച്ചെടുത്തങ്ങാണ്ട് റൗണ്ടിലാക്കിയതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ ഹോൾ ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. പല സൈസുള്ള റൗണ്ടിലായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചോക്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലത്തെ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചോക്ലേറ്റിൽ ഞാൻ കുറച്ച് കൂടുതൽ ബ്ലൂ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ച് കാണാൻ കഴിയും. ആദ്യം നമ്മൾ കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ്, ഇപ്പോൾ ഒന്നും കൂടെ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സിസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി കേക്കിലേക്കുള്ള നെയിം ടാഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വൈറ്റ് ഫോണ്ടൻ്റ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലൗഡിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ എനിക്ക് വേറെയും കുറേ ഫോണ്ടൻ്റ് വർക്ക്സ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൈ ബ്ലാക്ക് കളറായിട്ടുള്ളത്. കളർ മിക്സ് ചെയ്തപ്പോൾ ആയതാണ്. ഇനി നമുക്കിതിൽ പേര് എഴുതാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഡിപ്പ് ചെയ്തിട്ട് നെയിം എഴുതാം. ഇത് ഹോം മെയ്ഡ് ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ ഹോം മെയ്ഡ് ഫോണ്ടൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നെയിം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞേക്കിന് നമുക്കിത് ബ്രഷ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ ബ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കട്ടിയുള്ളൊരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് 1 എന്നുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണ്ടൻ്റ് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് വിരിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കേക്കിൻ്റെ താഴെക്കൂടി ആയിട്ട് ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഓരോ ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കാം. ഇനി പോപ്സിക്കിൾസ് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള നോസിൽ നൂർ 90 എന്നുള്ളതാണ്. ചെറിയ റോസറ്റ് നോസിലാണ് കേട്ടോ.
ഇനി ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 1.5 kg കോക്കനട്ട് കേക്കാണ്. 1 kg കോക്കനട്ടിന് 750 ആണ്. അപ്പോൾ 1.5 kg ആകുമ്പോൾ 1100 വരുന്നത്. പ്ലസ് ഇതിൻ്റെ ഡെക്കറേഷനും 350 എക്സ്ട്രാ വരും. അപ്പോൾ ടോട്ടൽ 1450 ഈ ഒരു കേക്കിൻ്റെ റേറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ 10 പോപ്സിക്കിൾസ് ഉണ്ട്. ഒരു പോപ്സിക്കിൾസിന് 20 രൂപയാണ്. അപ്പോൾ 10 പോപ്സിക്കിൾസിന് 200 രൂപയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് 1650 അപ്പോൾ ഞാനിത് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ബോക്സ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ പോപ്സിക്കിൾസൊക്കെ ഞാൻ നോർമൽ കേക്കിൻ്റെ ബോക്സിൽ ഇതുപോലെ വെച്ചിട്ടാണ് പാക്ക് ചെയ്യാറുള്ളത്. ഇതെൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ ഒരുപാട് കേക്കിൻ്റെ പിക്സും ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തിന് കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.